ചന്ദ്രമതിക്ക് തീരെ സുഖമില്ലാതെ വരുന്നതിനെ തുടർന്ന് ചന്ദ്രമതി ശ്രുതിനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ശ്രുതിയുടെ ആദ്യത്തെ പ്രസവം എടുത്ത ഡോക്ടർ ശ്രുതിനെ കാണുകയും കല്യാണി എന്ന് വിളിച്ച് വിശേഷങ്ങളൊക്കെ തിരക്കുകയും മോനെ അമ്മേനെ അന്വേഷിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ട് ചന്ദ്രമതിയും ശ്രുതിയും ഞെട്ടിപ്പോവുകയും ഡോക്ടർ ഉദ്ദേശിച്ച ആളല്ല ഞാനെന്നും എൻ്റെ പേര് ശ്രുതി എന്നാണെന്നും എനിക്ക് കുട്ടികളില്ല എന്നും ഡോക്ടർ കാള് മാറിപ്പോയതാവുമെന്നും പറഞ്ഞ് ശ്രുതി ഒരുവിധം ചന്ദ്രമതിനെയും കൊണ്ട് ഡോക്ടറുടെ മുമ്പിൽ നിന്നും രക്ഷപ്പെടുന്നു. പിന്നീട് വീട്ടിലെത്തുന്ന ചന്ദ്രമതി ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുകയും ചന്ദ്രമതിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുകയും ചെയ്യുന്നു. തുടർന്ന് ചന്ദ്രമതി ഭാമേനെ വിളിച്ച് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ ഡോക്ടർ കാള് മാറിപ്പോയതാവുമെന്ന് പറഞ്ഞ് ഭാമ ചന്ദ്രമതിനെ സമാധാനിപ്പിക്കുന്നു. എന്നാൽ ചന്ദ്രമതിയുടെ നിർബന്ധം മൂലം ഡോക്ടറെ കണ്ട് സംസാരിക്കാമെന്ന് ഭാമ സമ്മതിക്കുന്നു. പിറ്റേ ദിവസം ചന്ദ്രമതിയും ഭാമയും ഡോക്ടറെ കാണുകയും ശ്രുതിയെപ്പറ്റി അന്വേഷിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ശ്രുതി മുമ്പ് വിവാഹിതയായിരുന്നുവെന്നും ശ്രുതി മുമ്പ് പ്രസവിച്ചിട്ടുണ്ടെന്നും ശ്രുതിയുടെ യഥാർത്ഥ പേര് കല്യാണി എന്നാണെന്നും അവൾ നിങ്ങളെല്ലാം ചതിക്കുകയായിരുന്നുവെന്നും ഡോക്ടർ പറയുന്നതോടെ ചന്ദ്രമതിയും ഭാമയും ഞെട്ടിപ്പോവുകയും ചന്ദ്രമതി പൊട്ടിക്കരയുകയും ചെയ്യുന്നു. തുടർന്ന് വീട്ടിലെത്തുന്ന ചന്ദ്രമതി ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രുതിയോട് ചോദിക്കുകയും ശ്രുതിയെ തല്ലുകയും ചെയ്യുന്നു. തുടർന്ന് എൻ്റെ മകൻ ഇനി നിന്നെ ഭാര്യയായി വേണ്ട എന്ന് പറഞ്ഞ് ശ്രുതിനെ വീട്ടിൽ നിന്നും പുറത്താക്കുന്ന ചന്ദ്രമതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.